പോക്സോ ആക്ട് അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ രാജ്യം കൊണ്ടുവന്ന ഏറ്റവും ശക്തമായ സമഗ്രമായ നിയമം. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ ആക്ട് 2012 നിലവിൽ വരുന്നത്. ആ ആക്ട് പല സാഹചര്യങ്ങളിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആശങ്ക പലപ്പോഴും നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പങ്കുവെക്കാറുണ്ട്. അത് അടിവരയിടുന്ന സംഭവമാണ് പത്തനംതിട്ടയിലെ 13 വയസ്സുകാരി നൽകിയ വ്യാജ പരാതി. സഹപാഠികൾ 9ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് ഒരു 9ാം ക്ലാസ്സുകാരന്റെ അമ്മയായ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം കേട്ടത്. എന്നാൽ മൊഴിയിലെ പൊരുത്തക്കേടുകളും വൈദ്യ പരിശോധനാ റിപ്പോർട്ടും എല്ലാം ആ പെൺകുട്ടിയുടേത് വ്യാജ പരാതി എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചു. പരിശോധനയിൽ കാര്യങ്ങൾ വ്യക്തമായി. പെൺകുട്ടിയും സമ്മതിച്ചു. പ്രണയ നൈരാശ്യമാണ് കാരണമെന്നാണ് വിശദീകരണം. ആരോപിതരായ കുട്ടികളടക്കമുള്ളവരോ? ഒരു 8 മണിയോടെ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു. പിടിച്ചോണ്ട് വീട്ടിൽ ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഇവർ നേരെ പോലീസിൻ്റെ മറ്റേ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ഇവരാദ്യം മറ്റേ സാർമാർ വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് തന്നെ ഒരു മൂലയെ കൊണ്ടിരുത്തി കാൽ നീട്ടി വെപ്പിച്ചിട്ട് ചൂരിൽ വടി കൊണ്ടിട്ട് അടിക്കുമായിരുന്നു. അവർ മാറി മാറി അടിക്കുമായിരുന്നു. എന്നിട്ട് ബൂട്ടിട്ട് കാലിലിട്ട് ചവിട്ടി ഇങ്ങനെ എന്നിട്ട് കറക്കുമായിരുന്നു. എന്നിട്ട് ചെവിയിലെല്ലാം പിടിച്ച് വലിച്ച് പൊക്കി മുടിയിലും പിടിച്ച് വലിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര വേദനയായിട്ടൊക്കെ ഇരിക്കുക. ഈ കേസിൽ ആരോപിതരായവരിൽ 2 പേർ പ്രായപൂർത്തിയായവരായിരുന്നു. അവരുടെ പ്രായം തന്നെ 20 വയസ്സൊക്കെയാണ്. അതിലൊരാളുടെ പരാതിയാണ് നമ്മൾ കേട്ടത്. പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത 20 വയസ്സുള്ള യുവാവ് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളെന്ന് പറഞ്ഞിട്ടും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇയാൾ പറയുന്ന പരാതി. ചാവാൻ പോയി. ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. അവർക്ക് ആർക്കും വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഇപ്പോൾ ഒരു കൊച്ചു പിള്ളേർ വന്ന് അവരെ കൈ പിടിക്കുമ്പോൾ രക്ഷകർത്താക്കളൊന്ന് പിടിച്ചുകൊണ്ട് പോവുക. അവരുടെ കൂടണ്ട, അങ്ങനെയുള്ള പിള്ളേരാ കൂടണ്ടെന്ന് പറഞ്ഞിട്ട്. രാവിലെ 6 മണിക്ക് പത്തനംതിട്ട വന്ന് എൻ്റെ മോനെ കൊണ്ടിരുന്നത്. ഞാൻ പുനലൂരായിരുന്നു. എന്നിട്ട് ഒരു പോലീസുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മോനെ സ്റ്റേഷനിൽ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്ത് സാറേ വിഷയം എന്ന് വെച്ചാൽ പറഞ്ഞു അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, സ്റ്റേഷനോട്ട് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളെ കാണിക്കത്തില്ല. എൻ്റെ മകൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട് അവർ പറഞ്ഞു നീ പറയണം മറ്റേ മോനെ, നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് ഞങ്ങൾ വെളിയിൽ വിടത്തില്ലെന്ന് പറഞ്ഞു. ഇത് ആ കേസിൽ ആരോപിതനായ ഈ കുട്ടിയുടെ അതേ പ്രായമുള്ള ഒരാൺകുട്ടിയുടെ അമ്മയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്, ആ കുട്ടിയുടെ വീട്ടുകാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നതാണ് ഇപ്പോൾ ആ അമ്മ പറഞ്ഞത്. പോക്സോ വകുപ്പ് പ്രകാരം ഒരു പരാതി കിട്ടിയാൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ആദ്യഘട്ടം. ആ മൊഴിയിൽ ഉടൻ തന്നെ FIR ഇടണം. വീഴ്ച വന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി കിട്ടിയാൽ പോലീസ് മുന്നും പിന്നും നോക്കില്ല, തൂക്കിയെടുക്കുന്നു. തല്ലിയോ ചീത്ത വിളിച്ചോ ഒക്കെ കുറ്റം സമ്മതിപ്പിക്കുന്നു. കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാൻ നിന്ന കൂടൽ പോലീസ് ഇതിന് നേരെ നല്ല രീതിയിൽ എല്ലാവരും പ്രതികരിക്കണം. കാരണം ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ ഈ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കൂടൽ പോലീസ് നിന്നത്. ഇതിലെ 2-3-4 കുട്ടികളെ ശരിക്കും അപമാനിച്ചു, ചീത്ത വിളിച്ചു. അതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ കുഞ്ഞിനെ കോളറി പിടിച്ച് പോക്കി, ഉടുപ്പി പിടിച്ച് പോക്കി. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ ജയിലിലിടും, നീ സമ്മതിക്കണം. കാരണം കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇവർ ചെയ്തത്. നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ ഇന്ന് തന്നെ വെറുതെ വിടാം. സമ്മതിച്ചില്ലാത്ത പക്ഷം നിങ്ങളെ ജയിലിലടയ്ക്കുക തന്നെ ചെയ്യും. ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. 13-14 വയസ്സുള്ള കുട്ടികളോട് തന്നെയാണ് ഈ പറയുന്നത്. കുറ്റം സമ്മതിക്കൂ. എന്ത് കുറ്റം ചെയ്തു എന്നറിയാത്ത കുട്ടികളാണ്. ചെയ്തത് കുറ്റമാണോ എന്ന് തന്നെ തിരിച്ചറിയാത്ത പ്രായമാണ്. ആ പ്രായത്തിലുള്ള കുട്ടികളോട് കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ജയിലിലിടുമെന്ന് പറഞ്ഞു എന്നാണ് ആ അമ്മ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന്, ആരോപണങ്ങളെ തുടർന്ന് ശക്തമായ പ്രതിഷേധം കൂടൽ പോലീസിനെതിരെ ഉയർന്നിട്ടുണ്ട്. യുവജന സംഘടനകൾ അടക്കം ഇന്ന് പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലെത്തി. കസ്റ്റഡി മർദ്ദന പരാതി ഉയർന്നതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ പരാതി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. ഞാൻ പരിശോധിക്കാം. ഞാനും വായിച്ചു. ഇനി അത് എന്താണ് ഞാൻ പരിശോധിച്ചു. അന്വേഷിക്കാം കുട്ടി, അത് എന്താണെന്ന് അന്വേഷിക്കാം. ലൈംഗികാതിക്രമ പരാതിയിലെ ദുരൂഹത നീക്കാൻ കൂടുതൽ പരിശോധനയ്ക്കാണ് പോലീസ് നീക്കം. പരാതി ഒരിക്കൽ കൂടി വിശദമായി അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണ റിപ്പോർട്ട്
പോക്സോ കോടതിയിലും ജില്ലാ പോലീസ് മേധാവിക്കും സമർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പോക്സോ ദുരുപയോഗം ചെയ്യപ്പെട്ട പല സംഭവങ്ങൾ നമുക്കറിയാം. വിവാഹമോചന കേസുകളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, വ്യക്തിവിരോധങ്ങളിൽ, എന്തിന് അതിർത്തി തർക്കത്തിൽ വരെ കുട്ടികളെ ഉപയോഗിച്ച് പരാതി നൽകി അപ്പുറത്തുള്ളവരെ മാനസികമായി തകർത്ത വാർത്തകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. പരാതി വ്യാജമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായാൽ പോലും പരാതി നൽകിയ കുട്ടി ആ മൊഴിയിൽ ഉറച്ചു നിന്നാൽ കേസ് നിലനിൽക്കുമെന്നതാണ് പോക്സോയുടെ കാര്യത്തിലുള്ള വാസ്തവം. പോക്സോ വകുപ്പ് പ്രകാരം ഇരയുടെ മൊഴി മാത്രമേ ആവശ്യമുള്ളൂ. ആ മൊഴി കിട്ടിയാൽ ഉടൻ FIR ഇട്ട് പ്രതിയെ പിടിച്ചില്ലെങ്കിൽ ഉന്നതങ്ങളിൽ നിന്ന് സമ്മർദ്ദം വരും. മാധ്യമങ്ങളടക്കം മറ്റൊരു ഭാഗത്ത്. കൂടുതൽ ആലോചിക്കാനോ അന്വേഷണം നടത്താനോ പോലും നിൽക്കാതെ നടപടിയിലേക്ക് പോവാൻ മാത്രമേ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയൂ. ആ സമ്മർദ്ദം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിന്റെ പേരിൽ അതേ പ്രായമുള്ള കുട്ടികളെ അടക്കം പുലർച്ചെ വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നതും 20 വയസ്സുകാരനായ ഒരാളെ തല്ലി പദം വരുത്തുന്നതുമൊക്കെ വെറും ഓവറാക്കലാണ്. അത് എത്ര ധാർമ്മിക രോഷം ഉണ്ടാക്കുന്ന വിഷയമാണെങ്കിലും.